ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കണക്കിന് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ കണക്ക് തന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതുപോലൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുമ്പോഴേക്കും ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള ഒന്ന് കൊത്തിയരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന നേരത്തെ നമുക്കിനി ഇതിലേക്ക് ഒരു 1.5 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തക്കാളിയും കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് വഴന്ന് ഉടഞ്ഞു കിട്ടണം. ആ ഒരു പരുവായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ തക്കാളിക്ക് ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നിങ്ങളിവിടെ കണ്ടല്ലോ, നന്നായിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മീനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഓരോന്നും 3 പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കറി ഒന്ന് വെട്ടി തിളച്ച് വരുന്ന നേരത്ത് നമുക്ക് ആ മീൻ പീസുകളൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറിയിൽ വെള്ളം ചേർക്കുന്ന നേരത്ത് ഇതുപോലൊരു ലൂസ് പരുവത്തിന് വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് മാത്രമേ കുക്ക് ചെയ്തെടുക്കാവൂ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഇതിനൊരു 15 മിനിറ്റോളം ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതെ. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വറ്റി ആ കറിയിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇപ്പോഴും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.